മറ്റുള്ളവരുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഇനി നല്ലത്. അപർഷതയുടെ ഇരുട്ടിൽ സ്വയം ഒതുങ്ങിക്കൂടും. ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ തല ഉയർത്താൻ മടിക്കും. ഈ ബോഡി ഷേമിംഗ് റാഗിംഗ് വിവാദത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പറയുന്നവനും കേൾക്കുന്നവനും ചിരിക്കുമെങ്കിലും ഇരയാക്കപ്പെട്ടവൻ്റെ ഉള്ളിലതങ്ങനെ നീറിപ്പിടിക്കും. നമസ്കാരം. നിലപാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ബോഡി ഷേമിംഗ് ഒരു തമാശയനുമായി കാണുന്നവരോട് ചിലത് പറയാനുണ്ട്. മറ്റുള്ളവരുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഇനി നല്ലത്. അല്ലാതെ അതുമായി തമാശ പറയാനോ പരിഹസിക്കാനോ ചെന്നാൽ ഇനി അഴിയെണ്ണേണ്ടി വരും. രാജ്യത്താദ്യമായി ബോഡി ഷേമിംഗ് റാഗിംഗ് വിവാദത്തിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമൂഹം കൽപ്പിച്ച അളവുകളുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ ആ കുറവുകളുടെ പേരിൽ അത് വെച്ച് അവരെ പരിഹസിക്കുന്നത് മലയാളിയുടെ ഒരു സ്വഭാവമാണ്. തൊലിയങ്ങ് വെളുത്തിരിക്കണം, തടി കൂടാനോ കുറയാനോ പാടില്ല, മുടി വളർത്തിയാലും വെട്ടിയാലും കുറ്റം, പല്ല് പൊന്തരുത്, കുറച്ച് പൊക്കം കൂടിയാൽ തോട്ടി, കുറഞ്ഞാൽ പൊടിടപ്പി. നിങ്ങളെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ തമാശിച്ചതല്ലേ, അതൊക്കെ ഇത്ര കാര്യമായി എടുക്കണോ എന്ന് ഒട്ടും ഉള്ളിൽ തട്ടാതെയുള്ള മറുപടിയും ലഭിക്കും. പറയുന്നവനും കേൾക്കുന്നവനും ചിരിക്കുമെങ്കിലും ഇരയാക്കപ്പെട്ടവൻ്റെ ഉള്ളിലതങ്ങനെ നീറിപ്പിടിക്കും. ഒരുപക്ഷെ കാലങ്ങളോളം. അത് പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ പറയുകയും വേണ്ട. ആ വേദനയുടെ ആഴം അല്പം കൂടി കൂടും. നീ കറുത്തിട്ടല്ലേ, നിനക്ക് ബ്രൈറ്റ് കളർ ഉടുപ്പുകൾ ചേരില്ലേ, നീ തടിച്ചിട്ടല്ലേ, നിനക്ക് ജീൻസ് ഇട്ടാൽ വൃത്തികേടായിരിക്കും. ബോഡി ഷേമിങ്ങിന് ഏറ്റവും സാധാരണ രൂപമാണിത്. എന്നാൽ ചെറുപ്പം മുതൽ ഇത് കേട്ടു വളരുന്ന ഒരാൾക്ക് ഇതേൽപ്പിക്കുന്ന ട്രോമ ചില്ലറയല്ല. അപർഷതയുടെ ഇരുട്ടിൽ സ്വയം ഒതുങ്ങിക്കൂടും. ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ തല ഉയർത്താൻ മടിക്കും. തമാശയ്ക്ക് കളിയാക്കിയവരോ ഇതൊന്നും അറിയാതെ ഈ കലാപരിപാടി അങ്ങ് തുടരുകയും ചെയ്യും. കാലങ്ങളായി ആരിൽ നിന്നോ കിട്ടിയ ട്രോമയെ അടുത്ത തലമുറയിലേക്ക് ഇവർ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെന്ന വസ്തുതയും തള്ളിക്കളയാനാകില്ല. എന്തൊക്കെയായാലും 90% ആളുകളിലും ആത്മവിശ്വാസക്കുറവും സോഷ്യൽ ആങ്സൈറ്റിയും ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത്തരം കളിയാക്കൽ ഏറ്റുവാങ്ങിയ ബാല്യമാണ്. സിനിമകളിലെയും കോമഡി ഷോകളിലെയും തമാശ ചേരുകൾ പ്രധാനമായിരുന്നു ഒരു കാലത്ത് ബോഡി ഷേമിംഗ്. അതുകൊണ്ട് തലയെറഞ്ഞ് ചിരിച്ചവരാണ് നമ്മളിൽ പലരും. പക്ഷേ ആ ചിരിക്ക് പണ്ടത്തത്ര മുഴക്കമില്ലാതായിട്ട് കുറച്ച് നാളുകളായി. നർത്തകന് കാക്കയുടെ നിർമ്മാണമെന്നും പെറ്റതള്ള സഹിക്കില്ലെന്നും പറഞ്ഞ ഒരു നൃത്താധ്യാപികയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചവരാണ് നാം. പല്ല് പൊന്തിരിക്കുന്ന ആളുകൾക്ക് പോലീസ് സേനയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നൊരു നിയമം അടുത്ത കാലം വരെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ നിയമം പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്ന് കണ്ടെത്തി പരിഷ്കരിച്ചു. സ്ത്രീധന പീഡനം പോലെ പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന പ്രശ്നമായിരുന്നു ബോഡി ഷേമിംഗ്. ചർമ്മം ഇരുണ്ടു പോയതിൻ്റെ പേരിൽ കൂടി, തടി കൂടിയതിൻ്റെ പേരിൽ, മുടി കുറഞ്ഞു പോയതിൻ്റെ പേരിൽ എല്ലാം ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുള്ള പെൺകുട്ടികളുടെ നാടാണ് കേരളം. ഇതിന് പരിഹാരമായിട്ടാണ് ബോഡി ഷേമിംഗ് ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന ഉത്തരവ് 2024 ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോഡി ഷേമിങ്ങിനെ റാഗിംഗ് പരിധിയിൽ വരുന്ന കുറ്റമാക്കി മാറ്റാനുള്ള നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത്.